ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ബ്യൂട്ടി ഓഫ് മാത്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർഫസ് ഇൻ്റഗ്രൽ എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ്. രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ സർഫസ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അത് രണ്ട് മെത്തേഡുകളാണ് സർഫസ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനുള്ളത്. സർഫസ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മൊഡ്യൂളിൽ വെക്ടർ കാൽക്കുലസിൽ ലൈൻ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്തായിരുന്നു. ഈ ലൈൻ ഇൻ്റഗ്രൽ എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻ്റഗ്രൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ തരും. ആ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യേണ്ട ഒരു പാത്ത് നമുക്ക് തരും. ഏത് പാത്താണോ ആ പാത്ത് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട്, ലിമിറ്റ് കണ്ടെത്താനൊക്കെ ആയിട്ട്. ഓക്കെ, അന്നേരം അത്തരത്തിൽ പാത്ത് ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഈ പാത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ലൈനാകാം, കർവാകാം, ടു സ്പേസിലുള്ള അങ്ങനെയുള്ള സിമ്പിൾ ഗ്രാഫുകൾ ഏതെങ്കിലുമൊക്കെ ആകാം. ഓക്കെ, അതിൽ ഓരോ പാത്തുകൾ ഉപയോഗിച്ച് നമുക്ക് തന്നിരിക്കുന്ന ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള ഇൻ്റഗ്രേഷനാണ് ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഈ ലൈനിൻ്റെ പ്ലേസിൽ നമുക്ക് ഇവിടെ തരുന്നത് സർഫസ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സർഫസ് ആയിരിക്കും. 3 സ്പേസിൽ ഏതെങ്കിലും ഒരു റീജിയൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷേപ്പ്, ആ ഷേപ്പിൻ്റെ ഏതെങ്കിലും ഒരു സർഫസ് ആയിരിക്കും നമുക്ക് തരുന്നത്. ഓക്കെ, ചിലപ്പോൾ ആ കംപ്ലീറ്റ് സർഫസ് ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോർഷൻ മാത്രമായിരിക്കും തരുന്നത്. ഏതെങ്കിലും 3 സ്പേസിലെ ഒരു ഷേപ്പിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ, ആ പോർഷൻ്റെ സർഫസ് ഉപയോഗിച്ച് ഇവാലുവേറ്റ് ചെയ്യണം. അത്തരത്തിൽ ഒരു സർഫസ് എന്ന് പറഞ്ഞാൽ ആ സർഫസ് ഉപയോഗിച്ച് എങ്ങനെ ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ വളരെ ഈസിയാണ്. പ്രത്യേകിച്ച് നമുക്ക് പുറത്തൊന്നും ഒന്നും കണ്ടെത്താനായിട്ടൊന്നുമില്ല. എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തരും. അപ്ലൈ ചെയ്താൽ മാത്രം മതി, ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്താൽ മാത്രം മതി. അതിൽ ഫസ്റ്റ് ടൈപ്പാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ടൈപ്പ് എന്നൊന്നും ടെക്സ്റ്റിൽ പറയുന്നില്ല. ഞാനൊരു 2 കേസായിട്ട് പറഞ്ഞതേ ഉള്ളൂ. 2 കേസായിട്ട് തന്നെ ടെക്സ്റ്റിൽ കിടപ്പുണ്ട്. ടൈപ്പ് 1 ടൈപ്പ് 2 എന്നൊന്നുമില്ല. ഓക്കെ, സർഫസ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനുള്ള 2 പ്രധാന മാർഗ്ഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഡെഫിനിഷൻ പറയുന്നത് എങ്ങനെയാണ്, അതായത് ഒരു സർഫസ് സിഗ്മ എന്ന് പറയുന്ന ഒരു സർഫസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ സർഫസിൻ്റെ വെക്ടർ ഇക്വേഷനാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ, ഓക്കെ, ഡയറക്റ്റ് ഒന്നുകിൽ ഇക്വേഷൻ തരും അല്ലെങ്കിൽ വെക്ടർ ഇക്വേഷൻ തരും. ഓക്കെ, ഡയറക്റ്റ് ഇക്വേഷൻ തരുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സർഫസിൻ്റെ വെക്ടർ ഇക്വേഷനാണ് തരുന്നതെങ്കിൽ ആ വെക്ടർ ഇക്വേഷൻ ഉപയോഗിച്ച് എങ്ങനെ ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, എങ്ങനെ ആ സർഫസ് ഉപയോഗിച്ച് നമുക്ക് ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ചിലത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതായത് ഇപ്പോൾ ഒരു സർഫസ് നമുക്ക് ഏതാണെന്ന് അവിടെ പറയും, ഇന്ന സർഫസ് എന്നിടത്ത് പറയും. ഓക്കെ, ആ സർഫസിൻ്റെ വെക്ടർ ഇക്വേഷൻ നമ്മൾ അറിയണം. ഓക്കെ, മിക്കുള്ള കേസിലും വെക്ടർ ഇക്വേഷൻ നമുക്ക് തരാറുണ്ട്. അതല്ലെങ്കിൽ വെക്ടർ ഇക്വേഷൻ നമുക്ക് അറിയാവുന്ന, നമ്മൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും കേസുകളായിരിക്കും നമുക്ക് തരുന്നത്. നമ്മൾ ഓൾറെഡി വെക്ടർ ഇക്വേഷൻ എഴുതുന്നതും വെക്ടർ ഇക്വേഷൻ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ മൾട്ടിപ്പിൾ ഇൻ്റഗ്രൽ എന്ന് പറയുന്ന മൊഡ്യൂളിനകത്ത് അവിടെ ഒരു പാരാമെട്രിക് സർഫസ് വരുന്ന ഒരു സെക്ഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയാണ് വെക്ടർ ഇക്വേഷൻ കണ്ടെത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, ഇവിടെ അന്നേരം ഒരു സർഫസ് തരും. ആ സർഫസിൻ്റെ വെക്ടർ ഇക്വേഷൻ തരാം, അല്ലെങ്കിൽ വെക്ടർ ഇക്വേഷൻ നമ്മൾ കണ്ടെത്തണം. ഓക്കെ, അന്നേരം അങ്ങോട്ട് വെക്ടർ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ വെക്ടർ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനുള്ള മാർഗ്ഗമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്തരത്തിൽ ഇങ്ങനൊരു സർഫസ് യൂസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യുന്ന ഈ ഒരു ഇൻ്റഗ്രലിനെയാണ്, ഈ ഒരു ഡബിൾ ഇൻ്റഗ്രലിനെയാണ് സർഫസ് ഇൻ്റഗ്രൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ സർഫസ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഡി എസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എക്സും വൈയും ഇസഡും, അതിനെയെല്ലാം ഇതിലോട്ട് കൺവേർട്ട് ചെയ്യും. എക്സ് എന്ന് വെച്ചാൽ എക്സ് ഓഫ് യു കോമ വി, വൈ ഓഫ് യു കോമ വി, ഇസഡ് ഓഫ് യു കോമ വി ഇൻറ്റു ഡി എസ് എന്ന് വെച്ചാൽ നോം ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി ഡി എ. ഇതിപ്പോൾ കംപ്ലീറ്റ് യു ആൻഡ് വിയുടെ ടേമിലോട്ടായി. കാര്യം വെക്ടർ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി നമുക്കറിയാം, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഏതെങ്കിലും 2 വേരിയബിളിലായിരിക്കും, പാരാമീറ്റർ 2 പാരാമീറ്ററാണ്. ഓക്കെ, യുവും വിയും. ഓക്കെ, അന്നേരം യുവിൻ്റെയും വിൻ്റെ ടേമിലോട്ടാണ് ഇതിനെല്ലാം കംപ്ലീറ്റ് മാറ്റുന്നത്. അന്നേരം ഡി എ എന്ന് പറയുന്നത് ഡി യു ഡി വി ആയിരിക്കും. ഓക്കെ, അത് ആലോചിക്കുക. ഇനി എന്തെങ്കിലും ചേഞ്ചസ് പ്രോബ്ലത്തിലൂടെ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ പ്രോബ്ലം വരുമ്പോഴത്തേക്കും നമുക്ക് ഡിസ്കസ് ചെയ്യാം. തൽക്കാലം ജനറൽ ഫോർമുല ഒന്ന് അറിഞ്ഞിരിക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോബ്ലത്തിലൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവാലുവേറ്റ് ദി സർഫസ് ഇൻ്റഗ്രൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ എക്സ് സ്ക്വയർ ഡി എസ് ഓവർ ദി സ്ഫിയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഈക്വൽ ടു 1. ഇവിടെ ഒരു സ്ഫിയറാണ് വന്നിരിക്കുന്നത് സർഫസ്. ഇവിടുത്തെ സർഫസ് എന്ന് പറയുന്നൊരു സ്ഫിയറാണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഈക്വൽ ടു 1. കംപ്ലീറ്റ് സ്ഫിയറാണ്. പ്രത്യേകിച്ച് സ്ഫിയർ അപ്പർ ഹെമിസ്ഫിയർ ഒന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. കംപ്ലീറ്റ് സ്ഫിയറാണ് തന്നിരിക്കുന്നത്.
അന്നേരം അത്തരത്തിലുള്ള ആ ഒരു സ്ഫിയർ യൂസ് ചെയ്ത് ഈ തന്നിരിക്കുന്ന ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സർഫസ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, അന്നേരം ആദ്യം നമുക്ക് വേണ്ടത് ഈ സ്ഫിയറിൻ്റെ വെക്റ്റർ ഇക്വേഷൻ വേണം. സ്ഫിയറിൻ്റെ വെക്റ്റർ ഇക്വേഷൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സ്ഫിയറിൻ്റെ വെക്റ്റർ ഇക്വേഷൻ എന്ന് പറയുന്നത് വെക്റ്റർ ഇക്വേഷൻ ഓഫ് ദി സ്ഫിയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ആണെന്ന് വിചാരിക്കും. ഓക്കെ, എ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ വെക്റ്റർ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? ഇവിടെ എ വരും, എ സൈൻ ഫൈ കോസ് തീറ്റ ആയി, ഇവിടെയും എ വരും, ഇവിടെയും ഒരു എ വരും. ശരിയല്ലേ? ഇവിടെ റേഡിയസ് 1 ആണ്, എയുടെ പ്ലേസിൽ 1 ആണ്. ഓക്കെ, എയുടെ പ്ലേസിൽ 1 ആയതുകൊണ്ടാണ് അവിടെ അല്ല എയുടെ പ്ലേസിൽ 1 വന്നപ്പോൾ വെക്റ്റർ ഇക്വേഷൻ ഇങ്ങനെ ആയതിൻ്റെ കാര്യം. ഓക്കെ, വെയർ ഫൈ വേരീസ് ഫ്രം 0 to π ആൻഡ് തീറ്റ വേരീസ് ഫ്രം 0 to 2π. ഇനി നമുക്ക് എന്തായാലും നോം ഡോ ആർ ബൈ ഡോ യു ക്രോസ് നോം ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി എന്നുള്ള ടേം വേണം നമുക്ക്. ഓക്കെ, യുവും വിയും ഇവിടെ യുവിനും വിനും വരാം, ഫൈയും തീറ്റയാണെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അന്നേരം ഡോ ആർ ബൈ ഡോ ഫൈയും ഡോ ആർ ബൈ ഡോ തീറ്റ നമുക്ക് ആവശ്യമുണ്ട്. ഫൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ അറിയാമല്ലോ. ഓക്കെ, ഫൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കോസ് തീറ്റ കോൺസ്റ്റൻ്റ് ആണ്, സൈൻ ഫൈയുടേത് കോസ് ഫൈ. ഇവിടെ സൈൻ തീറ്റ കോൺസ്റ്റൻറ്റ്, സൈൻ ഫൈയുടേത് കോസ് ഫൈ. ഇവിടെ കോസ് ഫൈയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ഫൈ. അതുപോലെ തന്നെ തീറ്റയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് സൈൻ ഫൈ കോൺസ്റ്റൻറ്റ്, കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ. ഇവിടെയും സൈൻ ഫൈ കോൺസ്റ്റൻറ്റ്, സൈൻ തീറ്റയുടേത് കോസ് തീറ്റ. ഇവിടെ തീറ്റയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് കോൺസ്റ്റൻറ്റ് ടേമാണ് 0 ആയി പോകും. ഓക്കെ, ഇനി അടുത്ത ജോലി എന്ന് പറയുന്നത് ഇവയുടെ ക്രോസ് പ്രോഡക്റ്റ് എന്ന് കണ്ടെത്തണം. ഡോ ആർ ബൈ ഡോ ഫൈ ക്രോസ് ഡോ ആർ ബൈ ഡോ തീറ്റ ഈക്വൽ ടു ഡിറ്റർമിൻ ഐ ജെ കെ. ഡോ ആർ ബൈ ഡോ ഫൈ ഇത് അവിടെ കിടപ്പുണ്ട്. ഡോ ആർ ബൈ ഡോ ഫൈയുടെ ഐയുടെയും ജെയുടെയും കെയുടെയും കോയഫിഷ്യൻ, അതുപോലെ ഡോ ആർ ബൈ ഡോ തീറ്റയുടെ ഐ ജെ കെ ഇവിടെ എല്ലാം കോയഫിഷ്യൻസ് നിരത്തി എഴുതി. ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യാൻ അറിയാമല്ലോ, പ്രത്യേകിച്ച് പറയുന്നില്ല, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തതാണ്. ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള സ്റ്റെപ്പാണ് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതിനകത്ത് നിന്ന് നമുക്ക് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്നത് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്ത സ്റ്റെപ്പിൽ നിന്ന് ഫസ്റ്റ് ടേം അതുപോലെ തന്നെ എഴുതി. രണ്ടാമത്തെ ടേം ഇവിടെ ഒരു മൈനസ് അത് പ്ലസ് ആയി, അതാണ് രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ടേം ഒന്ന് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ടേമിൽ നമുക്ക് സൈൻ ഫൈ കോസ് ഫൈ ഈ രണ്ടിൽ നിന്നും കോമൺ എടുക്കാം. ഓക്കെ, സൈൻ ഫൈ കോസ് ഫൈ കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആയി പോകും. അതായത് സൈൻ ഫൈ കോസ് ഫൈ ഇൻറ്റു കെ എന്നുള്ള ടേം മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, ഇവിടെ ഒരു പ്ലസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം ഡോ ആർ ബൈ ഡോ ഫൈ ക്രോസ് ഡോ ആർ ബൈ ഡോ തീറ്റ കിട്ടി. ഇനി ഇതിൻ്റെ നോം നമുക്ക് ആവശ്യമുണ്ട്. നോം ഡോ ആർ ബൈ ഡോ ഫൈ ക്രോസ് ഡോ ആർ ബൈ ഡോ തീറ്റ ഈക്വൽ റൂട്ട് ഓഫ് ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ജെയുടെ കോയഫിഷ്യൻ്റെ സ്ക്വയർ പ്ലസ് കെയുടെ കോയഫിഷ്യൻ്റെ സ്ക്വയർ. ഓക്കെ, എല്ലാത്തിൻ്റെ സ്ക്വയർ എടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു ആയത് രണ്ട് ടേമിൽ നിന്നും സൈൻ റൈസ് ടു 4 5 കോമൺ എടുക്കാം. കോമൺ എടുത്തു കഴിഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആവും. അതായത് സൈൻ റൈസ് ടു 4 5 മാത്രം. രണ്ടാമത്തെ ടേം അതുപോലെ തന്നെ എഴുതി. ഇനി ഈ രണ്ട് ടേമിൽ നിന്നും സൈൻ സ്ക്വയർ 5 കോമൺ എടുക്കാമല്ല. സൈൻ സ്ക്വയർ 5 കോമൺ എടുക്കുന്ന തന്നെ ബാക്കി ഇവിടെ ഒരു സൈൻ സ്ക്വയർ 5 ഉണ്ട്, ഇവിടെ ഒരു കോസ് സ്ക്വയർ 5 ഉണ്ട്, അവയുടെ സമം 1 ആയി പോകും. അതായത് റൂട്ട് സൈൻ സ്ക്വയർ 5 മാത്രം. എന്താ റൂട്ട് സൈൻ സ്ക്വയർ 5? സൈൻ 5 എന്ന് വരും. ഓക്കെ ആണല്ലോ? അന്നേരം നോം ഡോ ആർ ബൈ ഡോ ഫൈ ക്രോസ് ഡോ ആർ ബൈ ഡോ തീറ്റ കിട്ടി. അങ്ങനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ളതാണ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ എക്സ് സ്ക്വയർ ഡി എസ് വിച്ച് ഈസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എക്സിൻ്റെ സ്ക്വയർ. എന്താ എക്സ്? എക്സ് എന്ന് വെച്ചാൽ വെക്റ്റർ ഇക്വേഷനിൽ ഐയുടെ കോയഫിഷ്യൻറ്റ്. ഓക്കെ, ഇതാണ് എക്സ് ഐ. ഫോം അറിയാമല്ലോ, എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ. ഇത് എക്സ്, ഇത് വൈ, ഇത് ഇസഡ്. നമുക്കിവിടെ എക്സ് മാത്രമേ ആവശ്യം വരുന്നുള്ളൂ, കാര്യം ഇൻ്റഗ്രൻ്റ് എന്ന് പറയുന്നത് എക്സിൽ മാത്രമാണ്. അന്നേരം എക്സിന് പകരം സൈൻ 5 കോസ് തീറ്റ കൊടുക്കുന്നു, അതിൻ്റെ സ്ക്വയറാണ്. അന്നേരം സൈൻ സ്ക്വയർ 5 കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു നോം, ആ ഫോമിൽ എഴുതി, ഇൻറ്റു ഡി എ. ആ നോമിൻ്റെ വാല്യൂ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, സൈൻ 5 എന്ന് നമുക്ക് കിട്ടി. അതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നു. അതാണ് അടുത്ത സ്റ്റെപ്പിൽ ലിമിറ്റ് കൊടുത്തു 0 to 2π 0 to π. ഫൈയുടെ ലിമിറ്റും തീറ്റയുടെ ലിമിറ്റും ഓൾറെഡി അവിടെ എഴുതിയിട്ടുണ്ട് വെക്റ്റർ ഇക്വേഷൻ്റെ ബ്രാക്കറ്റിൽ. പിന്നെ ഇപ്പോൾ കിട്ടി എക്സ് സ്ക്വയർ ഇൻറ്റു ആ നോം എന്ന് പറയുന്നത് ഇതാണ് സൈൻ 5 ഇൻറ്റു ഡി എ എന്ന് പറയുന്നത് ഇവിടെ ഏതൊക്കെയാണോ വേരിയബിൾ ആ വേരിയബിൾ ഫൈയും തീറ്റയാണല്ലോ, അന്നേരം ഡി ഫൈ ഡി തീറ്റ. ക്ലിയർ ആണല്ലോ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഒരു സൈൻ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു സൈൻ ഉണ്ട്, അതായത് സൈൻ ക്യൂബ് ആവും. സൈൻ ക്യൂബ് 5 കോസ് സ്ക്വയർ തീറ്റ ഡി ഫൈ ഡി തീറ്റ. ഓക്കെ, അന്നേരം 0 to π എന്ന് പറയുന്നത് ഫൈയുടെ ലിമിറ്റാണ്. അന്നേരം ആദ്യം ഫൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നു. ദാറ്റ് ഈസ് ഈക്വൽ 1/4 ഇൻറ്റു 0 to 2π. ഫൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ കോസ് സ്ക്വയർ തീറ്റ അങ്ങ് മാറ്റി നിർത്തി. ബാക്കി ഇൻ്റഗ്രൽ 0 to π ഇതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. സൈൻ ക്യൂബ് 5 ഡി ഫൈ.
ഈ സൈൻ ക്യൂബ് ഫൈയെ നമുക്ക് എങ്ങനെ മാറ്റാം? സൈൻ 3a എന്ന് പറയുന്ന ഫോമുല മതി. സൈൻ 3 തീറ്റ അല്ലെങ്കിൽ സൈൻ 3a എന്ന് പറയുന്നത് എന്താണ്? സൈൻ 3a 3 sin a മൈനസ് 4 സൈൻ ക്യൂബ് എ. അതിൽ നിന്ന് ഈ 4 സൈൻ ക്യൂബ് ഏതാ? ഇത് കണ്ട 4 സൈൻ ക്യൂബ് ഈ മൈനസ് 4 സൈൻ ക്യൂബ് ഇപ്പുറം കൊണ്ടുവരുന്നു, സൈൻ 3a ഞാൻ ഇപ്പുറം കൊണ്ടുവരുന്നു. ഓക്കെ, അന്നേരം എങ്ങനെ വരും? 4 സൈൻ ക്യൂബ് എ ഈക്വൽ ടു 3 സൈൻ എ മൈനസ് സൈൻ 3a എന്ന് വരും. ശരിയല്ലേ? ഇതിൽ നിന്ന് സൈൻ ക്യൂബ് എ കിട്ടാൻ വേണ്ടി ഈ 4 കൊണ്ടൊന്ന് ഇപ്പുറം ഡിവൈഡ് ചെയ്താൽ പോരെ. 1/4 ഇൻറ്റു എന്ന് പറഞ്ഞ് 1/4 ഇൻറ്റു ഈ ടേം ആയിരിക്കും സൈൻ ക്യൂബ് എ എന്ന് പറയുന്നത്. ശരിയല്ലേ? അതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അന്നേരം സൈൻ ക്യൂബ് തീറ്റയ്ക്ക് വരും 1/4 ഇൻറ്റു ഇങ്ങനെ വരും. ഓക്കെ, അതാണ് ഈ 1/4 പുറത്ത് വന്നു. സൈൻ ക്യൂബ് 5ക്ക് വരും ഈ റിസൾട്ട് 3 sin a മൈനസ് സൈൻ 3a. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 3 സൈൻ ഇവിടെ തെറ്റിപ്പോയി കൊടുത്തത്, വേരിയബിൾ മാറിപ്പോയ 3 sin 5 മൈനസ് സൈൻ 3 ഇതെല്ലാം തീറ്റയല്ല 5 ആണ്. 3 sin 5 മൈനസ് സൈൻ 3 എന്ന് വരും. ഇനി അതിനെ 5 ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. 5 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം 3 ഇൻറ്റു സൈൻ 5 ഇടത് മൈനസ് കോസ് 5, ഇവിടെയും 5 ആണ്. മൈനസ് സൈൻ 3 മൈനസ് സൈൻ്റെതിനകത്തൊരു മൈനസ് കൂടെ വരും ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ. അന്നേരം ഓൾറെഡി മൈനസും പ്ലസ് ആവും. പ്ലസ് കോസ് 3 ഡിവൈഡഡ് ബൈ 3 എന്നൊരു ഇവിടെയും 3 ആണ്. തിരുത്തിക്കോണേ 3 ഡിവൈഡഡ് ബൈ 3 ലിമിറ്റ് 0 to π. ഇനി അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു π. അപ്പർ ലിമിറ്റ് π കൊടുക്കുമ്പോഴത്തേക്ക് ഈ ടേം -3 ഇൻറ്റു കോസ് പൈയുടെ വാല്യൂ -1 ആണ്. അന്നേരം -3 ഇൻറ്റു -1 3 ആവും. മൈനസ് ഇവിടെയും രണ്ടാമത്തെ ടേമിനും π കൊടുക്കുന്നു. അന്നേരം കോസ് 3π എന്ന് പറയുന്നത് -1 തന്നെയാണ്. തെറ്റിപ്പോയി. ശരിയാണ്, കോസ് 3π എന്ന് പറയുന്നത് -1 തന്നെയാണ്. -1 താഴെ ഒരു 3 ഉണ്ടല്ലോ, അന്നേരം -1 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. ഇതാണ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുന്നു. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താ വരും? 0 ആണ് ലോവർ ലിമിറ്റ് കൊടുക്കുന്നത്. അന്നേരം കോസ് 0 1 ആവും. ഇവിടെ -3 മാത്രം ആണ് -3. പ്ലസ് ഇവിടെയും 0 കൊടുക്കുമ്പോൾ കോസ് 0 1 ആവും. ബാക്കിയൊരു 1/3 മാത്രമാണുള്ളത്. അന്നേരം പ്ലസ് 1/3 എന്ന് വരും ഇൻറ്റു ഡി തീറ്റ. ഓക്കെ, ഇനി ഈ നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാമല്ലോ. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 16/3 എന്ന് വരും. ബാക്കി ടേമുകൾക്കൊന്നും ചേഞ്ച് ഇല്ല, അതുപോലെ തന്നെ എഴുതി. ഇനി കോസ് സ്ക്വയർ തീറ്റയെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. 16/3 അങ്ങെടുത്ത് പുറത്ത് മാറ്റിയാൽ മതി. ഓക്കെ, കോസ് സ്ക്വയർ തീറ്റയെ ഡയറക്റ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, സ്ക്വയർ മാറ്റണം. അതിനോട്ട് നമുക്ക് റിസൾട്ട് അറിയാം. കോസ് സ്ക്വയർ തീറ്റ = 1 + cos 2 തീറ്റ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അതിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 4/3 ഇൻറ്റു ഈ ഡിനോമിനേറ്ററിലുള്ള 2ഉം പുറത്തുള്ളൊരു 4ഉം ഉണ്ടല്ലോ, അത് നമ്മൾ കട്ട് ചെയ്ത് കളയാം. അന്നേരം പുറത്ത് 2/3 എന്ന് വരും. ശരിയല്ലേ? അതാണ് 2/3 എന്ന് എഴുതിയിരിക്കുന്നത്. ഇൻറ്റു ഇപ്പോൾ 2 പോയി കഴിഞ്ഞാൽ ബാക്കി ഇനി ഇത് പോയി കഴിഞ്ഞാൽ ബാക്കി ഇനി ന്യൂമറേറ്ററിൽ 1 + cos 2 തീറ്റ മാത്രമല്ലേ ഉള്ളൂ. 1 ഇൻ്റഗ്രൽ എന്താ വരും? തീറ്റ എന്ന് വരും. cos 2 തീറ്റയുടെ sin 2 തീറ്റ ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഓക്കെ, അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ലിമിറ്റ് 0 to 2π. ആദ്യം അപ്പർ ലിമിറ്റ് 2π കൊടുക്കുന്നു. 2π കൊടുക്കുമ്പോൾ ഇത് 2π ആവും, ഇത് 0 ആയിപ്പോവും. ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ രണ്ടും 0 ആയിപ്പോവും. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 4π/3 എന്ന് വരും. ഇതാണ് സർഫസ് ഇൻ്റഗ്രൽ. ക്ലിയർ ആണല്ലോ? അന്നേരം ഇത്തരത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു വെക്റ്റർ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ സർഫസ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, പ്രധാനമായിട്ടും 2 കേസുകൾ അല്ലെ 2 ടൈപ്പുകളായിട്ട് ഞാൻ സർഫസ് ഇൻ്റഗ്രലിനെ ഒന്ന് കാറ്റഗറൈസ് ചെയ്തായിരുന്നു. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തരുന്ന സർഫസിൻ്റെ വെക്റ്റർ ഇക്വേഷൻ തരും. സർഫസിൻ്റെ വെക്റ്റർ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെക്റ്റർ ഇക്വേഷൻ യൂസ് ചെയ്ത് എങ്ങനെ സർഫസ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ നെക്സ്റ്റ് വേർഷനാണ്. എത്തരത്തിൽ വന്ന അല്ലെങ്കിൽ സർഫസിൻ്റെ ഫോം ഏത് രീതിയിൽ തന്നു കഴിഞ്ഞാലാണ് നമുക്ക് അടുത്ത കാറ്റഗറി ആവുന്നതെന്നുള്ളത് നോക്കാം. അതായത് സർഫസിൻ്റെ ഫോം എന്ന് പറയുന്നത് ഇത്തരത്തിലായിരിക്കും. Z = in terms of x and y, അല്ലെങ്കിൽ y = in terms of x and z, അല്ലെങ്കിൽ x = in terms of y and z. ഇത്തരത്തിൽ ഏതെങ്കിലും ഫോമിലാണ് നിങ്ങൾക്ക് സർഫസ് തരുന്നതെങ്കിൽ തൊട്ട് മുമ്പത്തെ കേസ് മനസ്സിലായിക്കോണം. അവിടെ സർഫസിൻ്റെ വെക്റ്റർ ഇക്വേഷനാണ് തരുന്നത്, പാരാമെട്രിക് ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് 2 പാരാമീറ്റേഴ്സ് u and v. അത്തരത്തിൽ വെക്റ്റർ ഇക്വേഷനാണ് തരുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സർഫസ് ഇൻ്റഗ്രൽ വാല്യൂവേറ്റ് ചെയ്യുന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇവിടെ വെക്റ്റർ ഇക്വേഷൻ എന്ന് പറയുന്ന സാധനമേ ഇല്ല. നിങ്ങൾക്ക് ആ പക്ക സർഫസ് ആയിരിക്കും അവിടെ തരുന്നത്.
ഓക്കെ. ഇസഡ് ഈക്വൽ ടു ഏതെങ്കിലും ഒരു ഷേപ്പ് ഫ്രീ സ്പേസിൽ അതായിരിക്കും അവിടെ തരുന്നത്. ഇസഡ് ഈക്വൽ ടു എക്സ് ആൻഡ് വൈ ഫോമിലുള്ളത്, അല്ലെങ്കിൽ വൈ ഈക്വൽ ടു എക്സ് ആൻഡ് ഇസഡ്, എക്സ് ഇസ് ഈക്വൽ ടു വൈ ആൻഡ് ഇസഡ് ഫോമിലുള്ള ഏതെങ്കിലും ഒരു സർഫസ് ആയിരിക്കും തരുന്നത്. ആ സർഫസ് ഉപയോഗിച്ച് നമ്മൾ സർഫസ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ. ഇതാണ് നമ്മളുടെ ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അന്നേരം പ്രധാനമായിട്ടും ഈ ഇസഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതാണ് നമ്മൾ പൊതുവേ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പ്രോബ്ലംസാണ് നമുക്ക് ടെക്സ്റ്റിനകത്തുള്ളതും അത് മാത്രമേ ഇന്നേ വരെ എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ. അന്നേരം അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ. ബാക്കിയെല്ലാം അതേ പാറ്റേണിൽ തന്നെയാണ്, ഒരുപോലെ തന്നെയാണ് വരുന്നത്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ ഇസഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ എന്നുള്ള ഫോമിലാണ് സർഫസ് എങ്കിൽ ആ സർഫസ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനുള്ള റിസൾട്ടാണ് ഈ തിയറത്തിൽ പറയുന്നത്. ഓക്കെ. എൻ്റെ പ്രൂഫുകളൊന്നും കാര്യമായിട്ട് അങ്ങനെ പറയുന്നില്ല, പക്ഷേ വരുന്നത് എങ്ങനെയാണെന്നൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ തിയറി വശങ്ങൾ പറയുന്നുണ്ട്, ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. ഓക്കെ. അന്നേരം ഇസഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ, ഇസഡ് ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ എന്നുള്ള ഫോമിലാണ് നിങ്ങൾക്ക് തരുന്ന സർഫസ് എങ്കിൽ ആ സർഫസിൻ്റെ ഇൻ്റഗ്രൽ, സർഫസ് ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്, സർഫസ് യൂസ് ചെയ്ത് ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്, ഡബിൾ ഇൻ്റഗ്രൽ ഓർ സിഗ്മ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി സെഡ് എന്ന് പറയുന്ന ഈ ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് തന്നിരിക്കുന്ന സർഫസ് യൂസ് ചെയ്ത് ഏത് ഫോമിലുള്ളത് ഇസഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ എന്നുള്ള ഫോമിലാണെങ്കിലാണ് ഈ പറയുന്നത്. ഓക്കെ. അത്തരത്തിലുള്ള ഫോമിലുള്ള ഒരു സർഫസ് യൂസ് ചെയ്ത് ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എഫ് ഓഫ് ഐ എക്സ് വൈ, എക്സിനും വൈക്കും ചേഞ്ച് ഇല്ല. ഇസഡ് എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈയിലാണല്ലോ, അത് ഇസഡ് ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഇസഡ് ഈക്വൽ ടു എന്താണോ ക്വസ്റ്റിന് തരുന്നത് അതവിടെ കൊടുക്കുക, ജി ഓഫ് എക്സ് വൈ ഇൻറ്റു ഡി എസിനെ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്, റൂട്ട് ഓഫ് ഡോ ഇസഡ്. ഇപ്പോൾ ഇസഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ എന്നല്ലേ, ഓക്കെ. ഇസഡ് ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈയിലാണ്. അന്നേരം പ്രത്യേകിച്ചൊന്നുമില്ല, ഈ ഇസഡ് എന്തോ ചെയ്യുക, എക്സിലും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, വൈയിലും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, അതിൻ്റെ സ്ക്വയർസ് ആഡ് ചെയ്ത് ഒരു 1 ആഡ് ചെയ്യുന്നു, അതുകൊണ്ട് അതിൻ്റെ റൂട്ട് എടുക്കുക. ഓക്കെ. ഡോ ഇസഡ് ബൈ ഡോ എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 ഡി എ എന്ന് വരും. ഇതാണ് സർഫസ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും എന്താണെന്നുള്ളത്. ക്വസ്റ്റ്യൻ നോക്കാം. ഇവാലുവേറ്റ് ദ സർഫസ് ഇൻ്റഗ്രൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ എക്സ് ഇസഡ് ഡി എസ് where sigma is the part of the plane x plus y plus z equal to 1 that lies in the first octant. ഇവിടെ ഒരു സർഫസ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ തന്നിട്ടുണ്ട്. ആ സർഫസ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഏത് സർഫസാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സിഗ്മ എന്ന് പറയുന്നത് ഒരു പ്ലെയിനാണ് തന്നിരിക്കുന്നത്, ഒരു പ്ലെയിൻ്റെ പാർട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാർട്ട് ഓഫ് ദി പ്ലെയിൻ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ദാറ്റ് ലൈസ് ഇൻ ദി ഫസ്റ്റ് ഒക്ടൻറ്റ്. ഫസ്റ്റ് ഒക്ടൻറ്റിൽ ലൈ ചെയ്യുന്ന ഈ തന്നിരിക്കുന്ന പ്ലെയിൻ്റെ ഒരു പാർട്ട് എന്തോ ആയിക്കോട്ടെ, ഈ സാധനം. അന്നേരം ഈ സാധനത്തിന് ആദ്യം നമ്മൾ പറഞ്ഞ രീതിയിൽ സർഫസിൻ്റെ എല്ലാം ഇസഡ് ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ ഫോമിലോട്ട് എഴുതാൻ പറ്റുമോ എന്ന് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. തന്നിരിക്കുന്ന ഇക്വേഷൻ ഇതാണ്. ഓക്കെ. വിച്ച് ഈസ് ഓഫ് ദി ഫോം എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 1 ആണ് തന്നിരിക്കുന്ന ഇക്വേഷൻ. അതിൽ നിന്ന് ഇസഡ് ഈക്വൽ ടു എക്സിനെ വൈനെ അപ്പുറം കൊണ്ടുപോകുമ്പോൾ ഈ ഫോമിലാവുമല്ലോ. ഓക്കെ. ഇത് ഇസഡ് ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ എന്നുള്ള ഫോമിലായി. ഓക്കെ. അങ്ങനെയെങ്കിൽ നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞ ആ റിസൾട്ട് യൂസ് ചെയ്ത് ഡബിൾ ഇൻ്റഗ്രൽ സർഫസ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇതേ ക്വസ്റ്റ്യൻ തന്നെ സെക്കൻഡ് തേർഡും കേസും അപ്ലൈ ചെയ്യാം. എങ്ങനെയാണ് ഇപ്പോൾ ഇതിനെ വേണമെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, എക്സ് ഇസ് ഈക്വൽ ടു വൈനെ ഇസഡിനെ അപ്പുറം കൊണ്ടുപോയാൽ എക്സ് ഇസ് ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് വൈ ആൻഡ് ഇസഡ് ഫോമിലായി. അങ്ങനെ ആ ഫോമിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ വൈ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എക്സിനെ ഇസഡിനെ അപ്പുറം കൊണ്ടുപോയാൽ അത് വൈ ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് ഇസഡ് ഫോമിലായി. അങ്ങനെ രണ്ടാമതുള്ള റിസൾട്ട് യൂസ് ചെയ്യാം. അത് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ. അത് നമ്മളെ ക്വസ്റ്റ്യനെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ. ഇവിടെ ഇപ്പം തൊട്ട് മുമ്പ് പറഞ്ഞിരിക്കുന്ന തിയറത്തിലെ 3 റിസൾട്ടുകളും ഇവിടെ ആപ്ലിക്കബിൾ ആണ്. ഓക്കെ. ഇവിടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ഇസഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ജി ഓഫ് എക്സ് വൈ എന്നുള്ള ഫോമിലാണ് സാധാരണ പൊതുവേ നമ്മൾ പ്രോബ്ലംസ് എല്ലാം ചെയ്തു വരുന്നത്. അതുകൊണ്ട് ആ പാറ്റേണിൽ തന്നെ ഞാൻ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇത് ഇസഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ എന്നുള്ള ഫോമിലാണ്. അങ്ങനെയെങ്കിൽ ഇസഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ എന്നുള്ള ഫോമിലാണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ഇൻ്റഗ്രലിനകത്ത് നമുക്ക് എക്സ്ട്രാ വേണ്ടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ റൂട്ടിനകത്തുള്ള ടേമുകളാണ്. ഓക്കെ. ഈ ടേമുകൾ നമുക്ക് വേണം. ഓക്കെ. അന്നേരം അതൊന്ന് കണ്ടുപിടിക്കാം. ഇസഡിനെ എക്സിലും വൈയിലും ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഇസഡിനെ എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ -1 എന്ന് വരും, വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴും -1 എന്ന് വരും. ഓക്കെ. അങ്ങനെയെങ്കിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് എടുത്തെഴുതുന്നു. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ എക്സ് ഇസഡ് ഡി എസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന സർഫസിൻ്റെ പ്രൊജക്ഷൻ ഇൻ എക്സ് വൈ പ്ലെയിൻ. ഓക്കെ. എക്സ് ഇൻറ്റു എക്സിന് ചേഞ്ച് ഇല്ല, ഇസഡിനാണ് ചേഞ്ച് വരുന്നത്. ഇസഡ് എന്താണ്? 1 - x - y ആണ്. ഓക്കെ. ഇവിടെ ഡബിൾ ഇൻ്റഗ്രൽ ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇസഡ് ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈയിലാണ് എടുക്കുന്നതെങ്കിൽ നമ്മളുടെ ഇൻ്റഗ്രേഷൻ ചെയ്യുന്നതിനകത്ത് ഒരിക്കലും ഇസഡ് വരില്ല. ഇസഡിനെല്ലാം കൺവേർട്ട് ചെയ്ത് മാറ്റിക്കോണം. ഓക്കെ. അതാണ് ഇവിടെ കൺവേർഷൻ അവിടെ കൊടുക്കുന്നത്. എക്സ് അതുപോലെ തന്നെ ഇട്ടു, ഇസഡിന് വരെ എന്ത് കൊടുത്തു? 1 - x - y എന്ന് കൊടുത്തു. ഇൻറ്റു ഡി എസിനും ചേഞ്ച് പറയുന്നുണ്ട്. എന്താണ്? റൂട്ട് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ഡി എ ആണ്. അതിൽ ഡോ ഇസഡ് ബൈ ഡോ എക്സും ഡോ ഇസഡ് ബൈ ഡോ വൈ നമ്മളതിലുണ്ട്. അതിന് സ്ക്വയർ ചെയ്യുമ്പോൾ 1 എന്ന് വരും.
ഇത് 1 ആകും, വീണ്ടും ഒരു 1 കിടപ്പുണ്ട്, അതിന് √3 എന്ന് വരും, ഇൻറ്റു ഡി എന്ന് കൊടുത്തു. ഓക്കെ, അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇപ്പോൾ നമ്മളുടെ ഇക്വേഷൻ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എക്സ് വൈ റീജിയനിലായി. ഓക്കെ, എക്സിൻ്റെ വൈൻ്റെ ടേം. അന്നേരം ഈ ആർ എന്ന് പറയുന്നത് നമുക്കറിയാം 2 സ്പേസിലെ പ്രൊജക്ഷനാണ്. അങ്ങനെ പ്രൊജക്ഷൻ കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല, അത് സിമ്പിൾ ഇക്വേഷനാണ്, പ്ലെയിൻ്റെ ഇക്വേഷനാണ്. അന്നേരം 2 സ്പേസിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീജിയൻ അറിയാനായിട്ട് ഇസഡിന് 0 എടുത്താൽ മതി. ഓക്കെ, ഇസഡിന് 0 എടുക്കുമ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈൻ വരും. ഓക്കെ, ആ ലൈൻ വെച്ചിട്ട് ലിമിറ്റ് വാല്യൂറ്റി അറിയാമല്ലോ. ഓക്കെ, ആ ലൈൻ എടുക്കുക. ആണ്ടെ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന ലൈൻ വരയ്ക്കാനൊക്കെ അറിയാമല്ലോ. ലൈൻ ആകുമ്പോഴത്തേക്ക് എക്സിന് 0 കൊടുക്കുക, വൈക്ക് ഒരു വാല്യൂ കിട്ടും, വൈക്ക് 0 കൊടുക്കുക, എക്സിനൊരു വാല്യൂ കിട്ടും. ആ കോർഡിനേറ്റ് അങ്ങോട്ട് മാർക്ക് ചെയ്യുക, അതവിടെ മാർക്ക് ചെയ്തു അവ തമ്മിൽ നീട്ടി അങ്ങ് വരയ്ക്കുക. ഓക്കെ, അന്നേരം ഇത്തരത്തിലൊരു ലൈൻസാണ് ഫോം ചെയ്യുന്നത്. ആ ലൈൻ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊരു സ്ട്രിപ്പ് വരയ്ക്കുക. ഞാനിവിടെ വൈ ആക്സിന് പാരലായിട്ടാണ് സ്ട്രിപ്പ് വരച്ചിരിക്കുന്നത്. അന്നേരം വൈയുടെ ലിമിറ്റ് സ്ട്രിപ്പിൽ നിന്ന് കിട്ടും. സ്ട്രിപ്പിൽ നിന്ന് വൈയുടെ ലിമിറ്റ് കണ്ടുപിടിക്കുന്ന അറിയാമല്ല. ഏത് ആക്സിസിന് പാരലായിട്ട് വേണമെങ്കിൽ സ്ട്രിപ്പ് വരയ്ക്കാം. വൈ ആക്സിന് പാരലായിട്ടാണ് സ്ട്രിപ്പ് വരച്ചിരിക്കുന്നത്. അതുകൊണ്ട് വൈയുടെ ലിമിറ്റ് കിട്ടുന്നത് സ്ട്രിപ്പിൻ്റെ 2 എൻഡ് പോയിൻറ്റിൽ നിന്നായിരിക്കും. ഓക്കെ, ഇവിടുന്ന് വൈയുടെ ലിമിറ്റും അവിടെ ഇത് വൈ ഈ സ്ട്രിപ്പ് ടച്ച് ചെയ്തിരിക്കുന്ന വൈ = 0-നാണല്ലോ. വൈയുടെ സ്റ്റാർട്ടിംഗ് ലിമിറ്റ് 0, എൻഡ് ചെയ്യുന്നത് ഈ ലൈനിലാണ്. അവിടെ വൈയുടെ ലിമിറ്റ് എന്തോ കിട്ടും, y = 1 - x എന്ന് കിട്ടും. ഓക്കെ, വൈയുടെ ലിമിറ്റ് കിട്ടി 0 to 1 - x. ഇനി എക്സിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഈ സ്ട്രിപ്പ് മൂവ് ചെയ്യിക്കുക. മൂവ് ചെയ്ത് ലെഫ്റ്റിൽ എവിടം വരെ വരും, ലെഫ്റ്റിൽ ഈ ഒരു ലൈൻ വരെ വരും. അവിടെ എക്സിൻ്റെ വാല്യൂ 0 ആണ്, സ്റ്റാർട്ടിംഗ് ലിമിറ്റ് 0. ഇനി ആ സ്ട്രിപ്പ് എൻഡ് ചെയ്യുന്ന എവിടെയാണ്, പോയി ഈ റീജിയൻ ഇവിടെയാണ് അവസാനിക്കുന്നത്. അവിടെ എക്സിൻ്റെ വാല്യൂ എന്താണ്, 1 ആണ്. ഓക്കെ, അന്നേരം എക്സിൻ്റെ ലിമിറ്റ് കിട്ടി 0 to 1. ഇപ്പോൾ ലിമിറ്റ്സ് എല്ലാം കിട്ടി. ഇനി അതെല്ലാം എടുത്ത് അപ്ലൈ ചെയ്യുക. Therefore, equation 1 implies double integral over sigma x z ds equal to ആദ്യം കോൺസ്റ്റൻറ്റ് ലിമിറ്റ്, അതായത് കോൺസ്റ്റൻറ്റ് ലിമിറ്റിനാണ് അവസാനം ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് 0 to 1. വേരിയബിൾ ലിമിറ്റ് വൈയുടെ ലിമിറ്റ് 0 to 1 - x ഇൻറ്റു എക്സ് ഇൻറ്റു ഇസഡ്. എക്സ് ഇൻറ്റു ഇസഡ് എന്ന് വെച്ചാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ സാധനം. ഈ എക്സിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, അത്രേ ഉള്ളൂ. അതാണ് അടുത്ത് എഴുതിയിരിക്കുന്ന സ്റ്റെപ്പ്. ഓക്കെ, ആണ്ടെ ഇൻറ്റു √3 ഇൻറ്റു ഇത് വൈയുടെ ലിമിറ്റ്, അന്നേരം ഡി വൈ ആദ്യം, ഇത് എക്സിൻ്റെ ലിമിറ്റ് ഡി എക്സ് അവസാനം. ഓക്കെ, ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ അറിയാമല്ലോ. √3 കോൺസ്റ്റൻ്റ് ആണ്, അതിനെ ഇങ്ങോട്ട് പുറത്ത് മാറ്റി ആദ്യം വൈയിലാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. വൈയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സിൻ്റെ അത് എക്സ് വൈ, എക്സ് സ്ക്വയറിൻ്റെ അതും കോൺസ്റ്റൻ്റ് ആണ്, അന്നേരം x² y. ഇവിടെ എക്സ് കോൺസ്റ്റൻറ്റും വൈയുടേത് y²/2 എന്ന് വരും. ലിമിറ്റ് 0 to 1 - x dx. ആദ്യം അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് മാത്രം കൊടുത്താൽ മതി, ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് കംപ്ലീറ്റ് 0 ആയി പോകും. പക്ഷേ എല്ലാ കേസിലും ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് 0 ആകണമെന്നില്ല. ഇവിടെ 0 ആകുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു, y ഉള്ളിടത്തെല്ലാം 1 - x കൊടുത്തു, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, -x² അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ -x/2 അതുപോലെ തന്നെ ഇട്ടിട്ട് ഇത് a-b² എക്സ്പാൻഡ് ചെയ്തു. അതാണ് ഈ ചെയ്തിരിക്കുന്നത്. ഇനി ഈ a-b² എക്സ്പാൻഡ് ചെയ്തല്ല, ഈ -x/2 അകത്തോട്ട് ഓരോ ടേമിൽ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ ആണല്ലോ, അതാണ് അടുത്ത ചെയ്തിരിക്കുന്ന സ്റ്റെപ്പ്. ഓക്കെ, ഇനി ഇതിനകത്ത് ഒരുപോലത്തെ ടേമുകൾ ഒന്ന് അറേഞ്ച് ചെയ്യുന്നു. ഈ എക്സ് ഉള്ള ടേം ഉണ്ട്, ഒരു എക്സും ഉണ്ട്, ഒരു -x/2 ഉണ്ട്. ഇവിടെ സ്ക്രീൻ കാണാൻ പറ്റത്തില്ലല്ലേ, അത് നിങ്ങൾ നോക്കിയാൽ മതി. കുറയ്ക്കാനും കൂട്ടാനൊക്കെ അറിയാമല്ലോ. എക്സിൻ്റെ ടേമുകൾ ഒരുപോലുള്ള ടേമുകൾ, x² ടേമുകൾ, x³ ടേമുകൾ എല്ലാം ഈ 2 വീതമുണ്ട്. അവ തമ്മിലൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും, ഇത്തരത്തിൽ വരും. ഓക്കെ, ടേമുകൾ അറേഞ്ച് ചെയ്തു. ഇനി വീണ്ടും വിത്ത് റെസ്പെക്ട് എന്തിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം, എക്സിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അന്നേരം ഇവിടെ 1/2 കോൺസ്റ്റൻ്റ് ആണ്, എക്സിൻ്റെ അത് x²/2 എന്ന് വരും. ഓക്കെ, അന്നേരം x²/2 അവിടെ ഉള്ളൊരു 2 കൂടി ചേർത്ത് x²/4. ഇത് -x²ന് -x³/3 എന്ന് വരും. ഇവിടെ x³ൻ്റെത് x⁴ ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. താഴെ ഒരു 2 ഉണ്ട്, അന്നേരം 4 × 2 8. ലിമിറ്റ് 0 to 1. ഇവിടെയും ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് ലോവർ ലിമിറ്റ് 0 ആയി പോകും. അപ്പർ ലിമിറ്റ് മാത്രം കൊടുത്താൽ മതി 1. എക്സ് ഉള്ളിടത്തെല്ലാം 1 കൊടുക്കുന്നു, ഇങ്ങനെ വരും. അവ തമ്മിൽ കാൽക്കുലേഷൻ ചെയ്യാൻ അറിയാമല്ലോ. കാൽക്കുലേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ആൻസർ √3 / 24 എന്ന് വരും. ഇതാണ് സർഫസ് ഇൻ്റഗ്രൽ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എഴുതി പഠിച്ചോണേ മക്കളെ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. Evaluate the surface integral double integral over sigma x² z² ds where sigma is the part of the cone z equal to √(x² + y² that lies between the planes z equal to 1 and z equal to 2. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സർഫസ് ഇൻ്റഗ്രൽ വാല്യൂറ്റ് ചെയ്യാനാണ്. ഇവിടെയും നമുക്ക് തന്നിരിക്കുന്നത് കോൺ ഏത് ഫോമുല, z equal to in terms of x and y. ഡയറക്റ്റ് ഫോമുല വന്നിരിക്കുന്നത് z equal to in terms of x and y. ഓക്കെ, അങ്ങനെയെങ്കിൽ z in terms of x and y ആണെങ്കിൽ അടുത്ത ജോലി ആദ്യമേ നമ്മൾ ഇസഡിനെ എക്സിനും വൈയിലും അങ്ങ് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. കാര്യം ആ സാധനം നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അന്നേരം ക്വസ്റ്റ്യൻ ഞാൻ മുമ്പെന്ന് പറയാം. തന്നിരിക്കുന്ന ഷേപ്പ് നമ്മളുടെ കോണാണ്. ഏകദേശം ഒരു ഫിഗറാണ്. അതിൻ്റെ 3 സ്പേസിലെ ഫിഗറൊന്നും ഞാൻ കൊടുത്തിട്ടില്ല, ടെക്സ്റ്റിൽ ഫിഗർ ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാഞ്ഞത്.
നമുക്കല്ലെങ്കിൽ 3 സ്പേസിൻ്റെ ഫിഗർ ആവശ്യമൊന്നുമില്ല ഇവിടെ, ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വരയ്ക്കാം, ഒന്ന് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വരപ്പൊക്കെ ഏകദേശം കോൺ ഇങ്ങനെ വരും, ഇങ്ങനെ വരുന്നൊരു കോൺ. ഓക്കെ, കോൺ ഇങ്ങനെ വരും. ഇതിൽ Z=1 എന്ന് പറയുന്ന ഒരു പ്ലെയിൻ, Z=2 എന്ന് പറയുന്ന പ്ലെയിൻ, ഇവയ്ക്കിടയിലുള്ള കോണാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ സപ്പോസ് ഇത് Z ആക്സിസ് ആണല്ലോ, Z ആക്സിൽ 1 എന്ന് പറയുന്ന പോയിൻ്റ് എടുക്കുന്നു, ആദ്യം കൂടെ ഒരു പ്ലെയിൻ പാസ് ചെയ്യുന്നു വിചാരിക്കുക, Z=1. ഓക്കെ, പിന്നെ അതുപോലെ ഇത് Z=2 ആണെന്ന് വിചാരിക്കുക, ആദ്യം കൂടെ ഒരു പ്ലെയിൻ പാസ് ചെയ്യുന്നു. ഓക്കെ, ഇവയ്ക്കിടയിലുള്ള പോർഷൻ, ഇവയ്ക്കിടയിലുള്ള പോർഷൻ വരുമ്പോൾ ബാക്കി ഇതാ ഇത്രയേ കാണത്തുള്ളൂ, ഇങ്ങനെ വരും. ഓക്കെ, താഴെ ഇങ്ങനെ കൂർത്തിരിക്കത്തില്ല, കാര്യം കൂർത്തിരിക്കുന്നത് ഒറിജിനലാണല്ലോ, അതിന് മോളി വെച്ചല്ലേ കട്ട് ചെയ്യുന്നത്. അന്നേരം ഏകദേശം ഇവിടെ ഇങ്ങനൊരു സർക്കുലർ ഷേപ്പായിരിക്കും. Z=1 കട്ട് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഇവിടെ Z=2 എന്ന് പറയുന്ന ഇങ്ങനെ ആയിരിക്കും വരുന്നത്, താഴോട്ടില്ല. ഈ പോർഷൻ ഇല്ല കേട്ടോ, ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. ഈ ഒരു സർക്കുലർ പോർഷൻ, ഹൗസ് മുകളിലും ഒരു സർക്കുലർ പോർഷൻ. ഓക്കെ, അന്നേരം ഏകദേശം ഇങ്ങനെ വരും. അത്ര ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇതുവരെ നമ്മൾ കുറേ ഫിഗറൊക്കെ മൾട്ടിപ്പിൾ ഇൻ്റഗ്രലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, അന്നേരം കുറേ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടതാണ്, ഞാനവിടെ പഠിപ്പിച്ചതാണ്. അതിൽ നിന്ന് വെച്ച് നിങ്ങൾക്ക് എന്തായാലും ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അന്നേരം ഇത്തരത്തിലാണ് നമ്മളുടെ ഷേപ്പ് തന്നിരിക്കുന്നത്. ഓക്കെ, ആ ഒരു പാർട്ട് വെച്ചിട്ടാണ് നമ്മളിവിടെ ഈ സർഫസ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അന്നേരം മനസ്സിലാക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം Z=√x² + y² എന്ന് പറയുന്ന ഈ കോണിന് കട്ട് ചെയ്യുന്ന രണ്ട് പ്ലെയിനുകളാണ് Z=1, Z=2. അന്നേരം ഈ കോണും ഈ പ്ലെയിനും തമ്മിൽ ഇൻ്റർസെക്ഷൻ അല്ലേ വരുന്നത്, ആ ഇൻ്റർസെക്ഷൻ ആയിരിക്കും സ്വാഭാവികമായിട്ടും 2 സ്പേസിൽ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അന്നേരം അത് കണ്ടുപിടിക്കാൻ വലിയ ഫിഗറിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. കാര്യം Z=√x² + y² ആണ്. ഓക്കെ, Z=√x² + y². Z=1 ആണ് ആദ്യത്തെ പ്ലെയിൻ എന്ന് പറയുന്നത്, അത് തമ്മിൽ പ്രൊജക്റ്റ് ചെയ്യുന്നു. അത് തമ്മിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡ് രണ്ടും തുല്യമാണല്ലോ, റൈറ്റ് സൈഡ് √(x² + y² = 1) എന്ന് വരും. ഒന്ന് സ്ക്വയർ ചെയ്ത് നോക്കുക, അന്നേരം x² + y² = 1 എന്ന് വരും. അതായത് സെൻറ്റർ 0യും റേഡിയസ് 1ഉമായിട്ടുള്ള ഒരു സർക്കിളാണ് അവിടുത്തെ ഇൻ്റർസെക്ഷനായിട്ട് വരുന്നത്. അതായത് ഈ സാധനമാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത് XY പ്ലെയിനിൽ. XY പ്ലെയിനിൽ x² + y² = 1 എന്ന് പറയുന്ന സർക്കിളാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ തന്നെ ഇതേ സാധനം Z=2 ആയിട്ടും ഒരു ഇൻ്റർസെക്ഷൻ ഉണ്ടല്ലോ, കാര്യം 1നും 2നും ഇടയിലുള്ള റീജിയൻ അല്ലേ വേണ്ടത്. അത് ഇവ തമ്മിൽ ഇൻ്റർസെക്ഷൻ എന്തോ വരും, √(x² + y² = 2 എന്നാണ് വരുന്നത്, ശരിയല്ലേ? സ്ക്വയർ ചെയ്ത് നോക്കെ, സ്ക്വയർ ചെയ്യുമ്പോൾ x² + y² = 4 എന്ന് വരും. ഓക്കെ, അതായത് 2 റേഡിയസ് ഉള്ള സെൻറ്റർ ഒറിജിനായിട്ടുള്ള മറ്റൊരു സർക്കിൾ. ഓക്കെ, അന്നേരം ഇവയ്ക്കിടയിലുള്ള പോർഷനാണ്. അന്നേരം പ്രൊജക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോണം, 2 സ്പേസിലെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് സെൻറ്റർ 0യും 1 റേഡിയസുമുള്ള ഒരു സർക്കിളും, അതുപോലെ തന്നെ സെൻറ്റർ 0യും 2 റേഡിയസുമുള്ള സർക്കിൾ, ഇവയ്ക്കിടയിലുള്ള പോർഷനായിരിക്കും 2 സ്പേസിലെ പ്രൊജക്ഷൻ. കാര്യം സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്, ഈ കോണിനിടയിലുള്ള പോർഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, Z=1നും Z=2നും ഇടയിലുള്ള പോർഷൻ. ഓക്കെ, അന്നേരം പ്രൊജക്ഷനും ഇവയ്ക്കിടയിലുള്ള പോർഷനായിരിക്കും. ഓക്കെ, Z=1 എന്ന് പറയുന്ന പ്ലെയിൻ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സർക്കുലർ റീജിയൻ, അത് 2 സ്പേസിൽ പ്രൊജക്റ്റ് ചെയ്യുന്നു. അതുപോലെ Z=2 എന്ന് പറയുന്ന റീജിയനിൽ ഒരു പ്ലെയിൻ കട്ട് ചെയ്യുന്നു. ഓക്കെ, അന്നേരം Z=1നും Z=2നും ഇടയിലുള്ള പോർഷൻ എന്ന് പറയുന്നത്, അവയുടെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് Z=1 കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സർക്കുലറും Z=2 കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സർക്കുലർ റീജിയനും ഇടയിലുള്ള പോർഷൻ, അതായത് രണ്ട് സർക്കുലർ ഷേപ്പുകൾക്കിടയിലുള്ള പോർഷൻ. ഓക്കെ, ആനുലാർ റീജിയൻ എന്നൊക്കെ പറയും ഇതിന്. ഓക്കെ, അതിൻ്റെ ഒറിജിനൽ ഫിഗർ ഞാൻ തന്നെ വരച്ചതാണ്, ഒറിജിനൽ എന്ന് പറയുന്നെങ്കിലും ഇങ്ങനെ വരും ഏകദേശം. ഓക്കെ, അത് നമുക്ക് അതിലോട്ട് വരാം. ഇപ്പം ഞാനൊരു സ്റ്റേറ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം കാര്യം ഏകദേശം പിടി കിട്ടിയല്ലോ. അന്നേരം Z=g(x, y) എന്നുള്ള ഫോമിലായതുകൊണ്ട് നമുക്ക് ആദ്യം ∂z/∂x ഉണ്ട്, y/y വേണം. വിത്ത് റെസ്പെക്ട് എക്സിൽ ഡിഫറൻഷ്യേറ്റ് അറിയാമല്ലോ, √x ഡെറിവേറ്റീവ് 1/2√x × 2x എന്ന് വരും. 2 ക്യാൻസൽ ആവും, ബാക്കി ഇങ്ങനെ വരും. സിമിലർലി ∂z/∂y എക്സിനെ മാറ്റി y ആക്കി കൊടുത്താൽ മതി, അങ്ങനെ വരും. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ കിട്ടി. ഇനി തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ∬(σx²z²ds) ആണ്. അതെടുത്ത് എഴുതി, വിച്ച് ഈസ് ഈക്വൽ ടു ∬(r) y² അതുപോലെ തന്നെ കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞു ഇസഡിനെ ചേഞ്ച് ചെയ്യണം. ഇസഡ് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. എന്താണ് ഇസഡ്? √(x² + y². അതാണ് ഇസഡിന് അവിടെ കൊടുത്തിരിക്കുന്നത്, ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ആ ഫോമിൽ എഴുതി √(z/∂x² × dA. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ∬(r) y² ×
ആ റൂട്ടിൻ്റെ സ്ക്വയർ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് വരുമല്ല, അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇൻറ്റു ആ റൂട്ടിനകത്ത് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ദ ഹോൾ സ്ക്വയർ. എന്താ വരും അത്? അതെ, അത് ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ എഴുതിയിരിക്കുകയാണ്, അവിടെ കൊടുത്തിട്ടില്ല. ഡോ ഇസഡ് ബൈ ഡോ എക്സിൻ്റെ സ്ക്വയർ എടുക്കുന്നത് ഇതിനെ സ്ക്വയർ ചെയ്യും. ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്താ ഒരു എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ താഴെ റൂട്ടിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് വരും. ശരിയല്ലേ മക്കളെ? ഇതിനെയും അതുപോലെ തന്നെ സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്ക് ഇതെന്താ വരും? വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് വരത്തില്ലയോ? അതായത് മുകളിൽ എക്സ് സ്ക്വയർ ആയി തന്നെ ചെയ്യുമ്പോഴത്തേക്ക് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, രണ്ടാമത്തേന് സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്കും പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് വരും. ശരിയല്ലയോ? ഓക്കെ, ഇവിടെ രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണല്ലോ. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ എന്താ വരും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് വരും. ശരിയല്ലേ? അന്നേരം ഇത് 1 ആയി പോകത്തില്ല, ഈ ക്വാണ്ടിറ്റി 1 ആവും. ഓക്കെ, അതിൻ്റെ കൂടെ ഫോമുലയിൽ ഒരു +1 കൂടെ ഉണ്ടല്ലോ. ഓക്കെ, ഫോമുലയിൽ ഒരു +1 ഉണ്ട്, അതാണ് 1 + 1 √2 വരാനുള്ള കാര്യം. ഓക്കെ, ഇൻറ്റു ഡി എ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി 2 സ്പേസിലെ റീജിയനാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. 2 സ്പേസിലെ റീജിയൻ ഓൾറെഡി ഞാൻ പറഞ്ഞു. R എന്ന് പറയുന്നത് ഒരു ആനുലസ് അല്ലെങ്കിൽ ആനുലാർ റീജിയൻ എന്ന് പറയും, എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ദീസ് 2 സർക്കിൾസ്. ഓക്കെ, റേഡിയസ് 1 റേഡിയസ് 2 ഉള്ള സർക്കിളിനിടയിലുള്ള പോർഷനാണ് നമ്മളുടെ 2 സ്പേസിലെ പ്രൊജക്ഷൻ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അന്നേരം സെൻറ്റർ 0യും റേഡിയസ് 1 സർക്കിളിനെ പോളാറിലോട്ട് നമുക്ക് സർക്കിളാകുമ്പോൾ പോളാറിൽ ചെയ്യാൻ എളുപ്പം. അത്തരത്തിലുള്ള റീജിയനെ പോളാറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് R = 1 എന്ന് വരും ആദ്യത്തെ സർക്കിൾ. പുറമേയുള്ള സർക്കിൾ വലിയ സർക്കിൾ റേഡിയസ് 2 ആണ്, അന്നേരം R = 2 എന്ന് എഴുതാം സർക്കിളിന്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഫ്രം ഫിഗറിൽ നമുക്ക് പോളാർ കോർഡിനേറ്റ്സ് അനുസരിച്ച് ഒരു സ്ട്രിപ്പ് വരയ്ക്കുന്നു. ഒറിജിനിൽ നിന്ന് ഒരു സ്ട്രിപ്പ് വരയ്ക്കുന്നു. ഒറിജിനിൽ നിന്ന് സ്ട്രിപ്പ് വരയ്ക്കുന്നെങ്കിലും മൊത്തം റീജിയനും സ്ട്രിപ്പിനകത്തില്ല. കാര്യം നമുക്കിതിനിടയിലുള്ള പോർഷനല്ലേ ഉള്ളൂ. അന്നേരം സ്റ്റാർട്ടിംഗ് പോർഷൻ എന്ന് പറയുന്നത് ഈ റേഡിയസ് 1 ഉള്ള സർക്കിളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് റേഡിയസ് 2 ഉള്ള സർക്കിൾ വരെ എൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ ആറിൻ്റെ ഈ ഒരു സ്ട്രിപ്പിനകത്ത് വരുന്ന പോർഷൻ. അന്നേരം സ്ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് R = 1 നിന്നാണ്, അകത്തുള്ള സർക്കിളിൽ നിന്ന്. എൻഡ് ചെയ്യുന്നത് പുറത്തുള്ള സർക്കിളിലാണ് R = 2. അന്നേരം R വേരീസ് ഫ്രം 1 to 2. ആൻഡ് തീറ്റ എന്ന് പറയുന്ന ഒരു സർക്കുലർ റീജിയൻ ആൻഡ് കംപ്ലീറ്റ് റൊട്ടേഷൻ 360 ഡിഗ്രി ആണല്ലോ, 2π 0 to 2π. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നമ്മൾ പോളാറിലാണ് ലിമിറ്റ് കണ്ടെത്തിയത്. അന്നേരം കൺവേർഷൻ യൂസ് ചെയ്യേണ്ടി വരും. പോളാർ കൺവേർഷൻ നമുക്കറിയാം, R cos θ y = R sin θ, ഡി എ എന്ന് പറയുന്ന R dr d θ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് R² ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഇതെല്ലാമായിട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്യുന്നു. വൈ സ്ക്വയർ എന്ന് വെച്ചാൽ R² sin സ്ക്വയർ θ എന്ന് വരും. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ R² എന്ന് വരും. √2 അതേപോലെ തന്നെ ടു ഡി എന്ന് വെച്ചാൽ R dr d θ. ഇത്രയും കാര്യങ്ങൾ കൊണ്ട് അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെ വരും. ഓക്കെ, ഇവിടെ R² ടേം ഉണ്ട്, വീണ്ടും ഒരു R² ഉണ്ട്, അവസാനം ഒരു R ഉണ്ട്. അന്നേരം R⁵ എന്ന് വരും. ഓക്കെ, ബാക്കിയുള്ള ടേം sin സ്ക്വയർ θ √2, അതാണ് ഈ എഴുതിയിരിക്കുന്നത്. sin സ്ക്വയർ θ √2 R⁵ dr d θ. ആദ്യം നമുക്ക് ലിമിറ്റൊക്കെ കൊടുത്താൽ അറിയാമല്ല. 0 to 2π തീറ്റയുടെ ലിമിറ്റ്, 1 to 2 ആറിൻ്റെ ലിമിറ്റ് അറിയാവുന്നതുകൊണ്ടാണ് നമുക്ക് പറയാത്തത്. ഓക്കെ, അന്നേരം ആദ്യം നമ്മൾ ആറിലാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. 1 to 2 ആണ് ആറിൻ്റെ ലിമിറ്റ്. വിത്ത് റെസ്പെക്ട് ടു ആറിൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇത് കോൺസ്റ്റൻറ്റ്, അത് √2 ഫിക്സഡ് കോൺസ്റ്റൻറ്റ്, അതിനെ അങ്ങ് പുറത്ത് മാറ്റി. ഓക്കെ, ബാക്കി sin സ്ക്വയർ θ അതുപോലെ തന്നെ ഇട്ടു. ആദ്യം ആറിലായതുകൊണ്ട് R⁵ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. അതിൻ്റെ R⁶/6 എന്ന് വരും. ലിമിറ്റ് 1 to 2 കൊടുക്കുന്നു. അതിൽ തന്നെ 6 ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട് താഴെ, അതിനെ ഞങ്ങൾ എടുത്ത് പുറത്ത് മാറ്റുന്നു, √2/6. പിന്നെ R⁶ മാത്രമല്ലേ ഉള്ളൂ, അതിന് ലിമിറ്റ് കൊടുക്കുന്നു 1 to 2. അപ്പർ ലിമിറ്റ് 2 കൊടുക്കുമ്പോൾ 2⁶ 64 എന്ന് വരും. മൈനസ് ലോവർ ലിമിറ്റ് 1⁶ 1 എന്ന് വരും ഇൻറ്റു d θ. 64 - 1 63 ആണ്. അവിടെ ഇങ്ങനെ വരും. sin സ്ക്വയർ θ നമുക്ക് ഇൻറ്റഗ്രേഷൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് 1 - cos 2 θ /2 എന്ന് വരും. ഓക്കെ, അന്നേരം ഈ 2നെ അങ്ങ് പുറത്തെടുക്കുമ്പോൾ താഴെ 12 എന്ന് വരും. ഈ 63 മുകളിലുള്ളത് അതും പുറത്ത് വിടുമ്പോഴത്തേക്ക് √2 × 63 എന്ന് വരും. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ബാക്കിയുള്ളത് 2 ഒക്കെ മാറ്റി കഴിഞ്ഞാൽ ബാക്കി ഇനി 1 - cos 2 θ മാത്രമല്ലേ ഉള്ളൂ. 1ൻ്റെ ഇൻ്റഗ്രൽ തീറ്റയിൽ ചെയ്യുമ്പോൾ തീറ്റ എന്ന് വരും. cos 2 θയുടെ ഇൻ്റഗ്രൽ sin 2 θ/2 എന്ന് വരും. ലിമിറ്റ് 0 to 2π. ഓക്കെ, ബാക്കി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പർ ലിമിറ്റ് 2π കൊടുക്കുന്നു. 2π കൊടുക്കുമ്പോൾ ഈ ടേം 2π ആവും. ഇത് സൈൻ്റെ പൈയുടെ മൾട്ടിപ്പിൾ 0 ആയി പോകും. ലോവർ ലിമിറ്റ് 0 ആണ്. 0 കൊടുക്കുമ്പോൾ ഇതും 0 ആയി പോകും, ഇതും 0 ആയി പോകും. അന്നേരം 2π മാത്രമാണ് വരുന്നത്. ബാക്കി കാൽക്കുലേഷൻ ആണല്ലോ, വെട്ടിക്കളയാനൊക്കെ അറിയാമല്ലോ. വെട്ടിക്കളഞ്ഞ് നോക്കുക. ആൻസർ 21π / √2 എന്ന് വരും എന്നാണ് തോന്നുന്നത്. അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല എനിക്ക്, ഫോട്ടോ എടുത്തപ്പോഴത്തേക്ക് പറ്റിയതാണെന്ന് തോന്നുന്നു. അന്നേരം √2 തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഈ √2 കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ താഴെ √2 ആണ് വരുന്നത്. 21π / √2 എന്ന് വരും. ഒന്ന് ചെയ്ത് നോക്കുക. ക്ലിയർ ആണല്ലോ. അന്നേരം സർഫസ് ഇൻ്റഗ്രലുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രോബ്ലംസാണ് ഇത് രണ്ടും. ഇനിയൊരു
മാസ് കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ട്, ലാമിന, മാസ് ഓഫ് എ ലാമിന. അത് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യം സർഫസ് ഇൻ്റഗ്രൽ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, സർഫസ് ഇൻ്റഗ്രൽ സർഫസ് യൂസ് ചെയ്ത് ലാമിനയുടെ മാസ് കണ്ടുപിടിക്കുന്നത്. ഓൾറെഡി നമ്മൾ S1 ഫസ്റ്റ് സെമസ്റ്ററിൽ ഈ 2 സ്പേസിൽ ലാമിനയെ പറ്റി നമ്മൾ പറഞ്ഞായിരുന്നു. ഞാൻ ഐഡിയലൈസ്ഡ് ഫ്ലാറ്റ് ഒബ്ജക്റ്റ് എന്നൊക്കെ പറഞ്ഞു. അതായത് നമുക്ക് വ്യൂ ചെയ്യുമ്പോഴത്തേക്ക് ഐഡിയലൈസ്ഡ് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ, 2 സ്പേസിൽ ഫ്ലാറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒബ്ജക്റ്റുകളെയൊക്കെ നമ്മൾ ലാമിനാസ് എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെയാണ് 3 സ്പേസിൽ വരുമ്പോഴത്തേക്കും ലാമിനാസ് എന്ന് പറയുന്നത് ഇവിടെ കർവ്ഡ് ഷേപ്പാണ് ഇവിടെ പറയുന്നത്, കർവ്ഡ് ലാമിന എന്നാണ് പറയുന്നത്. ഓക്കെ, 3 സ്പേസിലാകുമ്പോൾ അത്തരത്തിലുള്ള കർവ് ഷേപ്പിലുള്ള അല്ലെങ്കിൽ 3 സ്പേസിൽ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സിമ്പിൾ കർവുകൾ അല്ലെങ്കിൽ സർഫസുകളെല്ലാം നമുക്ക് ലാമിനാസ് എന്ന് വിളിക്കും. അത്തരത്തിലുള്ള ലാമിനാസിൻ്റെ മാസ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇവിടെ സർഫസ് ഇൻ്റഗ്രൽ ഉപയോഗിച്ച് മാസ് കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലം കൂടി നമുക്ക് ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അതും കൂടി ഇതിൻ്റെ കൂടെ അങ്ങ് ഡിസ്കസ് ചെയ്ത് പോകാം. കാര്യം ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, അതുകൊണ്ടൊന്ന് ആ ഫോമിൽ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കുക. സപ്പോസ് ആറ്റ് എ കർവ്ഡ് ലാമിന സിഗ്മ വിത്ത് കോൺസ്റ്റൻറ്റ് ഡെൻസിറ്റി. ലാമിനയുടെ ഡെൻസിറ്റി എന്നിട്ടുണ്ട് ഡെൽറ്റ എന്നാണ് ഡെൻസിറ്റിയെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ. ആ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഡെൽറ്റ നോട്ടാണ്. ഓക്കെ, ഈസ് ദി പോർഷൻ ഓഫ് ദി, ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഡെൽറ്റ ഈക്വൽ ടു എന്നും പറഞ്ഞു തരുന്നത് വേറെ ഏതെങ്കിലും ഒരു നമ്പറായിരിക്കും ചിലപ്പോൾ തരുന്നത്. ഓക്കെ, ഡെൽറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഡെൻസിറ്റിയെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിളാണ്. ഇതെന്ന് പറയുന്നത് ആ ഡെൻസിറ്റി വാല്യൂ ആണ് തന്നിരിക്കുന്നത്, ഡെൽറ്റ നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഡെൽറ്റ നോട്ട് ഈസ് ദി പോർഷൻ ഓഫ് ദി പാരാബോളോയിഡ്. ഒരു പാരാബോളോയിഡിൻ്റെ പോർഷനാണ് പറഞ്ഞിട്ടുണ്ട്. ബിലോ ദി പ്ലെയിൻ Z = 1. Z = 1 താഴെയുള്ള പാരാബോളോയിഡിൻ്റെ പോർഷൻ. ഈ Z = x² + y² എന്ന് പറയുന്നത് നിരവധി തവണ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു പാരാബോളോയിഡിൻ്റെ ഇക്വേഷനാണ്. ഏകദേശം എന്താ ഇങ്ങനെ വരും. ഒറിജിനിൽ കൂടെ പാസ് ചെയ്ത് നമ്മളുടെ ബൗൾ കണക്കിരിക്കുന്ന ഷേപ്പ്. ഓക്കെ, അതിൽ Z = 1 എന്ന് പറയുന്നൊരു പ്ലെയിൻ കട്ട് ചെയ്യുന്നു. നമ്മൾ ഒരു ബൗൾ ഷേപ്പിലുള്ള ഒരു ചായപാത്രം ഉണ്ടെങ്കിൽ അതിൻ്റെ മേളിൽ ഒരു പേപ്പർ വെച്ച് അടച്ചാൽ എങ്ങനെയാണോ അതുപോലെ ആ പേപ്പറാണ് Z = 1 എന്ന് പറയുന്ന പ്ലെയിൻ. ഓക്കെ, അന്നേരം അത്തരത്തിലൊരു പ്ലെയിൻ വെച്ച് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ആ ബൗൾ നിങ്ങൾ ഇമാജിൻ ചെയ്താൽ മതി. ബൗളാകുമ്പോഴത്തേക്ക് ആ പാരാബോളോയിഡിൻ്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് സർക്കുലർ പോർഷൻ ആയിരിക്കുമല്ലോ. അതിൻ്റെ മേളിൽ ഒരു പേപ്പർ വെച്ച് അടച്ചു കഴിഞ്ഞാലും അവ തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് ആ സർക്കുലർ റീജിയൻ തന്നെയായിരിക്കും. അന്നേരം Z = 1 എന്ന് പറയുന്ന ആ ഒരു പ്ലെയിൻ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്നതാണ് താഴെ XY പ്ലെയിനിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന ഈ ഒരു സർക്കുലർ പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ അറിയാനായിട്ട് പാടൊന്നുമില്ല. ഈ തന്നിരിക്കുന്ന രണ്ടും കൂടെ ഒന്ന് ഇക്വേറ്റ് ചെയ്താൽ മതി. Z = x² + y² ആണല്ലോ നമ്മളുടെ പാരാബോളോയിഡ് എന്ന് പറയുന്നത്. അടുത്തത് ഇവയെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് Z = 1 എന്ന് പറയുന്ന പ്ലെയിൻ ആണല്ലോ. ലെഫ്റ്റ് സൈഡ് രണ്ട് സെയിം ആണ്, അവിടെ റൈറ്റ് സൈഡ് സെയിം ആയിരിക്കും. x² + y² = 1 എന്ന് പറയുന്ന സർക്കിളായിരിക്കും 2 സ്പേസിൽ വരുന്ന റീജിയൻ. ആ റീജിയൻ വെച്ചിട്ടാണ് ലിമിറ്റ് കണ്ടുപിടിക്കാൻ. ഇത്രയേ ഉള്ളൂ സംഗതി. ഓക്കെ, അന്നേരം ലാമിന കണ്ടുപിടിക്കാനുള്ള ഫോമിലെ റിസൾട്ട് ഒന്നറിയണം. മാസ് കണ്ടുപിടിക്കാനുള്ളത് M = ∫ ഡെൽറ്റ. ഡെൽറ്റ എന്ന് വെച്ചാൽ ഡെൻസിറ്റി. ഇതാണ് ഫോമുല, ഡെൽറ്റ ds. ക്ലിയർ ആണല്ലോ? ഫോമുല ഒന്ന് കാണാൻ അറിഞ്ഞിട്ട് അത് ബാക്കിയെല്ലാം എളുപ്പമാണ്. ഇനി നമുക്ക് തന്നിരിക്കുന്ന സർഫസ് ഒന്ന് ശ്രദ്ധിക്കുക. സർഫസ് Z = g(x, y) ഫോമുല. Z = x and y ഫോമുലാണ്. Z = x and y ഫോമുലാണെങ്കിൽ ഈ സർഫസിൻ്റെ വാല്യൂവേറ്റ് ചെയ്യുന്നത് തൊട്ട് മുമ്പ് പറഞ്ഞ രീതി അത്രയേ ഉള്ളൂ. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഈ ഫോമുല മാത്രമേ ഉള്ളൂ പുതുമയുള്ളത്. ബാക്കിയെല്ലാം തൊട്ട് മുമ്പ് പറഞ്ഞ അതേ രീതി. അന്നേരം g(x, y) ഫോമിലാണ് തന്നിരിക്കുന്ന സർഫസ് എന്ന് പറയുന്നത്. അന്നേരം ∂z/∂x വേണം, ∂z/∂y വേണം. അത് രണ്ട് കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. അങ്ങനെയെങ്കിൽ മാസ് M എന്ന് പറയുന്നത് ∫ ഡെൽറ്റ. ഡെൽറ്റ എന്ന് വെച്ചാൽ ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ട് എന്താണ്? ഡെൽറ്റ നോട്ടാണ്. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇൻറ്റു ds. ds എന്ന് വെച്ചാൽ സർഫസ് ഇൻ്റഗ്രലിൽ ds എന്ന് വെച്ചാൽ എന്താണ്? ds √∂z/∂x² + ∂z/∂y² + 1 dA. അന്നേരം അതെഴുതി. അതിനകത്തോട്ട് ∂z/∂x വാല്യൂ നമ്മളതിലുണ്ട് 2x ആണ്. അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ 4x² എന്ന് വരും. ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്ക് 4y² എന്ന് വരും, +1 എന്ന് വരും. ക്ലിയർ ആണല്ലോ? അതാണ് അടുത്ത സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത്. ഒരു 4 കോമൺ എടുത്ത് കഴിഞ്ഞാൽ x² + y² + 1 ഇൻറ്റു dA. ഡെൽറ്റ നോട്ട് കോൺസ്റ്റൻ്റ് ആണ്, അതിനെ അങ്ങ് പുറത്ത് മാറ്റി. അന്നേരം ∫R എന്ന് പറഞ്ഞ് മാസ് ഇങ്ങനെ വന്നു. ഇനി ആ ∫R എന്ന് വെച്ചാൽ 2 സ്പേസിലെ റീജിയൻ. ആ 2 സ്പേസിലെ റീജിയനിൽ നിന്ന് ലിമിറ്റ് കണ്ടെത്തുക, ലിമിറ്റ് അപ്ലൈ ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക, മാസ് കിട്ടും. ഇത്രയേ ഉള്ളൂ സംഗതി. അന്നേരം അത് നമുക്കൊന്ന് കണ്ടെത്താം. R എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, x² + y² = 1 എന്ന് പറയുന്ന സർക്കിളാണ് പ്രൊജക്ഷൻ. അന്നേരം x² + y² = 1 സർക്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് പോളാറിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന എളുപ്പം. R = 1 എന്ന് പറയുന്ന സർക്കിളാണ് x² + y² = 1 എന്ന് പറയുന്ന സർക്കിൾ. ഓക്കെ, അന്നേരം സർക്കിളിൽ നമുക്ക് ലിമിറ്റ് കിട്ടും. R ലിമിറ്റ് 0 to 1 ആണ്. തീറ്റ എന്ന് പറയുന്നത് ഇതിൻ്റെ റൊട്ടേഷൻ 2π എന്ന് വരും. അന്നേരം R ലിമിറ്റ് കിട്ടി, തീറ്റയുടെ ലിമിറ്റ് കിട്ടി. ഇനി ആ കൺവേർഷൻ നമ്മൾ പോളാർ കോർഡിനോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് കൺവേർഷൻ എഴുതാൻ മറക്കരുത്. ആ കൺവേർഷനാണ് x = r cos θ, y = r sin θ, d എന്ന് പറയുന്ന r dr d θ, x² + y² = r². ഇത്രയും കാര്യങ്ങൾ അറിയാമല്ലോ. ഈ സാധനങ്ങളെല്ലാം എടുത്ത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അന്നേരം ഡെൽറ്റ നോട്ട് ഇവിടെ ലിമിറ്റ് കൊടുക്കുന്നു 0 to 2π.
0 to 1 4 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് വെച്ചാൽ ആർ സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ഡി എന്ന് വെച്ചാൽ ആർ ഡി ആർ ഡി തീറ്റ. ഇത്രയും കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും. ഓക്കെ, ഇവിടെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട റിസൾട്ട് യൂസ് ചെയ്യുന്നു. ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ദ ഹോൾ റൈസ് ടു എൻ ഇൻറ്റു എഫ് ഡാഷ് എക്സ് ഡി എക്സ് പറഞ്ഞ് കുഴഞ്ഞ റിസൾട്ട്. ദറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? റൂട്ട് 4r സ്ക്വയർ പ്ലസ് 1ന് 4r സ്ക്വയർ പ്ലസ് 1 ദ ഹോൾ റൈസ് ടു 1/2 എന്ന് എഴുതാം. ശരിയല്ലേ? ഓക്കെ, ഇതിപ്പോൾ എഫ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്നുള്ള ഫോമില. ഓക്കെ, ഇനി ഈ എഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കൂടെ ഉണ്ടോ എന്ന് നോക്കണം. തൊട്ട് മുകളിലത്തെ സ്റ്റെപ്പ് നോക്കുക, അവിടെ 6 മാത്രമേ ഉള്ളൂ. ഓക്കെ, അവിടെ 8r ആയത് എങ്ങനെയാണ്? നമുക്ക് ഈ ടേമിൻ്റെ ഡെറിവേറ്റീവ് അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഇൻ്റഗ്രേഷൻ എളുപ്പമായി. അത് വരുത്തിക്കാനുള്ള പരിപാടിയാണ്. 4r സ്ക്വയർ പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 4r സ്ക്വയർ പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ആറിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 4 കോൺസ്റ്റൻ്റ് ആണ്, ആർ സ്ക്വയറിനത് 2r എന്ന് വരും. അന്നേരം 8r എന്ന് വേണം. ഡെറിവേറ്റീവ് 8r എന്നാണ് വരേണ്ടുള്ളത്. പക്ഷേ നമുക്ക് 6 മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കുക, 6 മാത്രമേ ഉള്ളൂ. അന്നേരം 8r വന്നാൽ ഇൻ്റഗ്രേഷൻ റിസൾട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഒരു 8 മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ 8 ഡിവൈഡും ചെയ്തു. വാല്യൂവിന് വ്യത്യാസമൊന്നുമില്ലല്ലോ. ഇതിപ്പം ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് റൈസ് ടു എൻ ഇൻറ്റു എഫ് ഡാഷ് എക്സ് അതിൻ്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്തു. അങ്ങനെയെങ്കിൽ ആ ഇൻ്റഗ്രൽ റിസൾട്ട് എന്ന് പറയുന്നത് ഈ പവറുള്ള ടേമിൽ എന്തോ ചെയ്യുക, പവറുള്ള ടേം ഉണ്ടല്ലോ, പവറുള്ള ടേമിൽ പവറിനകത്ത് 1 ആഡ് ചെയ്യുക, ആ ടേം താഴെ എഴുതുക. ഓക്കെ, അന്നേരം 1/2 പ്ലസ് 1 പവർ 3/2 എന്ന് വരും. ഡിവൈഡഡ് ബൈ 3/2, 3/2 2/3 എന്ന് എഴുതി, ഇൻറ്റു 2/3, ലിമിറ്റ് 0 to 1. ക്ലിയർ ആണല്ലോ? ഇൻറ്റു ഡി തീറ്റ. ഓക്കെ ആണല്ലോ? ഇതിൽ 2/3 കോൺസ്റ്റൻ്റ് ആണ്, അതിനെയും എടുത്ത് വേണമെങ്കിൽ പുറത്ത് മാറ്റുമ്പോഴത്തേക്ക് എന്താ വരും? 2/3. ഞാനിവിടെ എന്തോ സ്റ്റെപ്സിൽ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ 2/3 എഴുതിയില്ലേ? എഴുതി. ഓക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ 2ഉം 8 കൂടെ ക്യാൻസൽ ആകുമ്പോൾ താഴെ 4 എന്ന് വരും. ഈ 4ഉം 3യും കൂടെ 12 എന്ന് വരും. അതാണ് ഈ എഴുതിയിരിക്കുന്നത്, Δ0/12. ഓക്കെ, ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2π. ഇതിനകത്ത് ലിമിറ്റ് കൊടുക്കുന്നു. ലിമിറ്റ് 1 കൊടുക്കുമ്പോൾ 5/3/2 എന്ന് വരും. മൈനസ് ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ 1/3/2 ഡി തീറ്റ എന്ന് വരും. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, അന്നേരം അതാണ്ട് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തു. അന്നേരം 5/3/2 5√5 എന്ന് എഴുതാം. 1/3/2 1 എന്ന് എഴുതാം. ഓക്കെ, അത് കോൺസ്റ്റൻ്റ് ആണ്, അതിനെ മാറ്റിയിരുത്തി. ബാക്കി ഇൻ്റഗ്രൽ ഡി തീറ്റ മാത്രമാണ്. ഇൻ്റഗ്രൽ ഡി തീറ്റ എന്താണ്? തീറ്റ എന്ന് വരും. ശരിയല്ലേ? അവിടെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. അന്നേരം 2π മാത്രം വരും. അതാണ് ഈ എഴുതിയിരിക്കുന്ന സാധനം. ഇനി ഇവിടെ കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. 2ഉം 12ഉം കൂടെ ക്യാൻസൽ ആകുമ്പോൾ 6 എന്ന് വരും. അതായത് പൈ Δ0/6. ബാക്കി ഈ ടേം 5√5 -1 എന്ന് വരും. ഇതാണ് ലാമിനയുടെ മാസം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അല്പം സ്പീഡിനാണ് പറഞ്ഞു പോയത്. കാര്യം റെപ്പറ്റീഷൻ ഇതെല്ലാം നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ്. വീണ്ടും ഞാനിങ്ങനെ പതുക്കെ പറഞ്ഞുകൊണ്ട് കാണുന്ന ആൾക്കാർക്ക് ഒരു ബോറാവണ്ടെന്ന് വിചാരിച്ചാണ് ഇത് ഈ ക്വസ്റ്റ്യനൊക്കെ ഞാൻ സ്പീഡിനങ്ങ് പറഞ്ഞു പോയത്. ഓക്കെ, കാര്യങ്ങളൊന്നും നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക. അരമണിക്കൂറോളമായി വീഡിയോ, കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ എഴുതി പഠിക്കുക മാക്സിമം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ, താങ്ക് യു.